ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് ഇതാ ഭയങ്കര മടിയിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് കണ്ണിങ്ങനെ വീണില്ല, ഒരു ഷോറില്ലാത്ത പോലെ. പക്ഷെ നമുക്കിന്ന് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. കാരണം ഞാൻ വന്നിട്ട് ഒതുക്കലും പിടിക്കലും എല്ലാതും കഴിഞ്ഞ് ഒക്കെ നമുക്ക് വേണ്ട പോലെ ഒക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഖത്തർ ലൈഫും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 മാസമായി ഒന്ന് ഖത്തർ ലൈഫ് കുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് പഴയ പോലെ നമ്മളെ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ചിക്കന് ഫ്രീസറിൽ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് വേഗം അലിഞ്ഞ് കിട്ടും, അത്ര നേരം പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇന്നും മോർണിംഗ് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പാലിൻ്റെ ഡേറ്റ് കഴിയാറായേക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഹെൽത്തി സ്മൂത്തി പോലെ ഉണ്ടാക്കാം, പഴം ആപ്പിളും നട്ട്സൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾ നൈറ്റ് ഷവർമ കഴിച്ചത്, അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓവൺ ചെയ്ത് ചൂടാക്കി എടുക്കാം. അപ്പോൾ രണ്ടും കൂടി ആയിട്ട് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ തടിയില്ല പറഞ്ഞിട്ട് ഷാമയൊക്കെ പറയുന്നത് എന്നും ഇങ്ങനെ പാൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പിന്നെ പാൽ കുടിക്കും, ഇങ്ങനെ ആകുമ്പോൾ പാൽ കുടിക്കാൻ സിമ്പിളാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് മതിയോ? ഒക്കെ മതിയോ? സർപ്രൈസാ. ഗുഡ് ബോയ് ആരാ? ഗുഡ് ബോയ് ആരാ? ഇതൊക്കെ ഗുഡ് ബോയ് ബാഡ് ബോയാ? ഏതാ എടുക്കാൻ പറ്റില്ല. അത് ഇതാ ചീസാ അല്ല, എന്തോ ബേക്കിംഗ് പൗഡറോ? നമ്മളെ പാലിൻ്റെ ഡേറ്റ് കഴിയാറായി. പപ്പച്ചി പറഞ്ഞ് പാല് കുടിച്ചില്ലെങ്കിൽ കുഞ്ഞി വെച്ച് എന്താ ഒന്നുമില്ല എന്നാ രാവിലെ എന്താ ചോദിച്ച് കുഞ്ഞി വെച്ച് എന്താ എന്താ പിടിക്ക് മമ്മി തേക്കിട്ടേ. ഇങ്ങനെ പല്ലേക്കുക ചേച്ചേ കളിക്കല്ലേ തേക്ക് കളി. ഗുഡ് ബോയ് അവിടെ ഇന്നലെ തേച്ച പോലെ തേക്കില്ലേ? പല്ലേ ചെല്ലു ഗുഡ് ബോയ് ആവാ. നല്ല പഴഞ്ഞിനെ പറ്റുള്ളൂ മാറ്റി വിടും. ബ്രഷ് അവാറ്റില്ലേ? മേലെ 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 അങ്ങനെ അതൊക്കെ good boy. I was a good boy. അതൊക്കെ വേണ്ടിട്ടാവും. I was a
അപ്പോൾ കുട്ടികളെ ബ്രഷ് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാട്ടി. ഇവന് ഭയങ്കര മടിയാണ്, നാട്ടിലൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ മൈൻഡൊക്കെ മാറ്റിയിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിലേ പല്ല് പോക്കഞ്ഞ് ബ്രഷും കൂടി ചെയ്തില്ലെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ മൂപ്പരാളെ ഉറക്കത്തിൻ്റെ ആ ഒരു ടൈമിങ് ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും നേരത്തെ എണിച്ചേക്കണേ. ഇവിടുത്തെ ഒരു 9:15 ആകുമ്പോൾ എണിച്ച് വന്നേക്കണേ മൂപ്പരാളിന്ന്. അപ്പോൾ ഞാനിതാ ഇനിൻ്റെ പല്ലേപ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. അപ്പോൾ ഞാനൊരു എന്താ ചെയ്ത് ചോദിച്ചാൽ ഇപ്പോൾ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഏതെങ്കിലും ടൈം മാത്രം സ്കിൻ കെയർ ചെയ്യലോട്ട്. കാരണം എന്താ ചോദിച്ചാൽ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഫേസ് വാഷും സിറം ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. അവരെന്തോ റീഷെഡ്യൂൾ ചെയ്ത് പോയി. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇവിടെയും അവൈലബിൾ അല്ല ലോക്കൽ സ്റ്റോഴ്സിൽ. നാട്ടിലും ഞാൻ ലോക്കൽ സ്റ്റോഴ്സിൽ ഫാർമസിയിലൊക്കെ നോക്കി കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാണ്ടല്ലാണ്ട് എൻ്റെ ഫേസ് വാഷ് കിട്ടില്ല. അപ്പോൾ 2 നേരമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വാഷ് വേഗം കഴിയുമ്പോൾ അതിൽ അത്രയും ഇല്ലല്ലോ. അപ്പോൾ ഞാനിപ്പം ഒരു നേരമൊക്കെ അങ്ങോട്ട് സ്കിൻ കെയർ ചെയ്യണല്ലോ. പിന്നെ കിട്ടാൻ പണിയാണ്. പ്ലമ്മിൻ്റെ ലോക്കൽ സ്റ്റോഴ്സിലൊന്നും കിട്ടണില്ല. അത് എന്താ സംഭവം എന്നല്ല, അവർ ഒന്നെങ്കിൽ നമ്മളെ നൈക്കയിൽ അല്ലെങ്കിൽ പ്ലമ്മിൻ്റെ വെബ്സൈറ്റിൽ ആമസോണിൽ അങ്ങനെയൊക്കെയാണ് കിട്ടണുള്ളൂ. ഈ സിറം ഞാൻ പിന്നെ നോക്കിയിട്ടില്ല കേട്ടോ. കാരണം സിറം ഞാൻ പൊതുവേ 1 ടൈം തന്നെ യൂസ് ചെയ്യാറുള്ളൂ. സിറം ചിലപ്പോൾ ലോക്കൽ സ്റ്റോറിൽ ഇവിടെ എവിടെയെങ്കിലും കിട്ടിയിരിക്കുമോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഫേസ് വാഷ് കിട്ടണില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാമിയാക്കടെ മെൻസ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട അവസ്ഥ ആവും. എന്താ ചെയ്യുക? എന്താണ്ട് എടുക്ക്, എന്തിന് ബിഗ് ബോസിന് എടുക്കുവോ? എടുക്കണം. എന്താ വേണ്ട പൊന്നിന്? എന്താ വേണ്ട? എന്ത് മുട്ടായി? രാവിലെ മുട്ടായി തിന്നാൻ പാടില്ല. വേറെ എന്താ വേണ്ട? നോ നോ. ഓക്കെ, അണ്ടിപ്പേപ്പ് ഗുഡ് ബോയ്. ഓക്കെ, വാ. എന്താ തിന്നണേ? എവിടെ കാണിക്കേ? എവിടെ? ഗുഡ് ബോയ്. തിന്നിട്ടാ കുറുക്കേറ്റു കുറച്ച് കഴിഞ്ഞാ? നോന്നാ കുറുക്ക്? എന്തേ? ഇപ്പൊ കുറുക്കും ഇതൊന്നും വേണ്ട, പണ്ടിപ്പരിപ്പാണ് അല്ലേ? ചെറിയ കുട്ടിയോ കാലം നമുക്ക് വേണ്ടല്ലോ, അത്ര ആക്കിക്കൂടെ? പിന്നെ ബിരിയാണിക്ക് നാട്ടിലൊക്കെ അത്ര. അപ്പം ഇന്ന് ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷാമിയൊക്കെ മോർണിംഗ് എന്നെ കളിക്കാൻ പോകും ക്രിക്കറ്റ്. അത് കഴിഞ്ഞ് വന്ന് അപ്പോൾ എനിക്ക് ചിക്കൻ തൊലി കളയാനൊക്കെ അറിയാം. ഇപ്പോഴും എനിക്ക് ഇവിടുത്തെ ചിക്കന് കറക്റ്റായിട്ട് അങ്ങോട്ട് പീസസ് ആക്കാൻ അറിയില്ല. ഞാൻ മുറിച്ച് കഴിഞ്ഞാൽ വോൾ ചിക്കണിലേക്ക് അങ്ങനെ പറ്റാറില്ല. അപ്പം ഞാൻ ഷാമിയാക്കനെ കൊണ്ട് അത് കട്ടിപ്പിക്കട്ടെ. ഞാൻ പറയുന്നത് ബിരിയാണിക്കാണ് സ്മോളല്ല, കുറച്ച് മീഡിയം പീസ്. ആദ്യമൊക്കെ ഷാമിയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് പിന്നെ അങ്ങനെ വലിയ പീസ് പോലെ കട്ട് ചെയ്യട്ടാം. അപ്പം നമ്മളെ സ്മൂത്തിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ സ്മൂത്തിയാണ് ഉദ്ദേശിച്ചത്, കുറച്ച് കട്ടിയിലൊക്കെ. പക്ഷെ അത് പാൽ ഒഴിച്ചത് ഞാൻ ഐബോന് സംസാരിച്ചിട്ട് കൂടിപ്പോയി എന്ന് തോന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ജ്യൂസ് പരിവായിണ്ട്. മാജിക്കിലിടക്കേ ഓണാക്കി കുറച്ച് കഴിഞ്ഞാലാണ് കത്തിച്ചിട്ടല്ല. ചാവക്കൊക്കെ വലിയായിട്ട് കൊണ്ടുവരാൻ പറ്റണ്ടോ? പറ്റുള്ള വലിയ മുറുക്കം കൂടുതലാന്ന് പറഞ്ഞു, കൈ ചെറുതായോണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഞാനും ഷാമിയൊക്കെയും കിച്ചണിലുണ്ട്. ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഫസ്റ്റ് നമ്മൾ കുക്കിങ്ങിൻ്റെ ബിരിയാണിയിലൂടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാനിട്ടാ. അപ്പോൾ നല്ല തുടക്കമല്ലേ, ബിരിയാണി ആകുമ്പോൾ നല്ലൊരു തുടക്കമാണല്ലോ. ഷാമിയൊക്കെ ആണെങ്കിൽ ഇവിടെ കൂന്തൾ നല്ല മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷാമിയൊക്കെ പറഞ്ഞ് ഷാമിയൊക്കെ ഉണ്ടാക്കുക, അപ്പോൾ നൈറ്റിക്ക് വേണമെങ്കിൽ അത് എടുക്കുക. ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ നല്ലപോലെ ഈ ചെമ്മീനും കൂന്തൽ അങ്ങനത്തെ മീനൊക്കെ ആകുമ്പോൾ റോസ്റ്റാക്കി വെച്ചാൽ ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചാൽ നൈറ്റ് ആകുമ്പോൾ നല്ല കുറുകി നല്ല മീനിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല സെറ്റാവുമല്ലോ. പക്ഷെ ആമയൊക്കെ അത് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ ഉള്ളിൽ. അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ ഒരുമിച്ചായതുകൊണ്ടുള്ള വർത്താനമൊക്കെ കേട്ടോ. മറ്റാളവിടെ എന്തോ കളിച്ചിട്ട് വീണേക്കണേ. അപ്പോൾ വീണെന്നൊക്കെ പപ്പ എന്നൊക്കെ കുറേ വിളിച്ചത്. ഷാമയൊക്കെ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ വിളിച്ച് കേട്ടിരുന്നു. എന്തേലും പറ്റിക്കഴിഞ്ഞാൽ പപ്പാനെ വിളിക്കണം. ഭയങ്കര പപ്പക്കുട്ടിയാണ് ഒരാൾ. അതങ്ങനെയാണ്. ആരെ പപ്പാനോട് മമ്മാനെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഡൗട്ടില്ലാണ്ട് കൈവെക്കും പപ്പ പറഞ്ഞിട്ട്. എന്താല്ലേ ഷാമിയൊക്കെ എന്നെ ഒന്ന് ഷാമിയൊക്കെ ഭയങ്കര സ്നേഹിക്കുകയും ചെയ്യും, ചീത്ത പറഞ്ഞിട്ട്. അങ്ങനത്തെ രീതിയിൽ നല്ല ഇതാണ് അവൻ്റെ കാര്യങ്ങളായിട്ട്. എന്തേലും ഒന്ന് കിട്ടിയോ
നന്നായെന്നുള്ളതിലിരുന്നത് എന്റെ എത്ര കുരുമുളക് പൊടി. അപ്പൊ ഷാമിയൊക്കെ ഇങ്ങനെ ബാച്ചിലർ റൂമിലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും കുക്ക് ചെയ്യാറുണ്ട് പറയണേക്കാട്ടാ. ഞാനുള്ള സമയത്ത് അങ്ങനെ കുക്ക് ചെയ്യാറില്ലേ, എപ്പോഴും ഇക്കൊന്ന് ഒരു മറ്റേ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി തന്നല്ലാണ്ട് കുക്ക് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം മൂപ്പരാൾ തന്നെ, കാരണം ഞാൻ ബിരിയാണി പണിയിലല്ലേ, അപ്പോൾ ഇനി ഇതാക്കണ്ട വിചാരിച്ചിട്ട് ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ സെറ്റാവില്ലോ വിചാരിച്ചിട്ട് മൂപ്പരാൾ തന്നെ കളയലും ഉണ്ടാക്കലൊക്കെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം മൂപ്പരാൾ ഇഷ്ടത്തിന് തന്നെ ഞാൻ ഉണ്ടാക്കി അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അടുക്കളയിൽ അങ്ങനെ ഒരുമിച്ച്. പണ്ട് 10:10 ഉണ്ടാക്കാൻ നിന്നാലും ഇവൻ 14 വട്ടം പാൽ കുടിക്കാൻ വരും. അപ്പൊ അങ്ങനെ സമയം പോലെ ഓർമ്മയില് ഞാന് കൂടുതലായ എന്താ മസാല കുറഞ്ഞിട്ടാ. അപ്പോൾ ഞങ്ങളവിടെ കൂന്തൽ റോസ്റ്റിൻ്റെ ഡിസ്കഷനിലൊക്കെ അങ്ങനെ ഞാൻ പിന്നെ അല്ലെങ്കിൽ വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയോ, ഞാൻ നേരത്തെ കുക്ക് ചെയ്യാൻ നിന്നിട്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ മുമ്പത്തെ ഓർമ്മയില്ല, ഞാൻ ഐബുവിൻ്റെ മുമ്പ് ഞാൻ ഇവിടെ നിന്ന സമയത്ത് ഐബു ഫീഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഐബു എണീക്കണാട്ടി മുമ്പ് എണീറ്റ് ഇങ്ങനെ അരിഞ്ഞക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിനി ആ ഓർമ്മയിൽ വേഗം ഉണ്ടാക്കുന്നത് കാരണം വെച്ചാൽ മറ്റേത് ഫീഡിങ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പാൽ കൂടി കൊടുക്കുമ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ഇങ്ങനെ പാൽ കൊടുക്കാനൊക്കെ പോയിട്ട് ഇങ്ങനെ ടൈം ലാഗ് ഇങ്ങനെ നല്ലപോലെ വന്നിരുന്നു. അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ നിൽക്കും ആ ഓർമ്മയിൽ നിന്ന്. പക്ഷെ ഇപ്രാവശ്യം അവൻ അങ്ങനെ ഫീഡിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫീഡിങ് നിർത്തിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വന്നിട്ട് കുക്ക് ചെയ്യണതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ നാട്ടിലിരുന്നല്ലോ കുറേ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ അവന് ബുദ്ധിമുട്ടില്ല കേട്ടോ. അവന് കളിക്കും കുറേ നേരം, പിന്നെ ഇടയ്ക്ക് മമ്മ ഞാൻ നോക്കട്ടെ എന്നൊക്കെ കൊണ്ട് വരും, കുറച്ച് നേരമൊക്കെ നോക്കും, അല്ലാണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ടൈം പോകണില്ല. അപ്പോൾ ഇന്ന് വേഗം ബിരിയാണി പണി കഴിഞ്ഞ പോലെ ഷാമിയക്കൂടെ അന്നത്തെ ഓർമ്മയിൽ ഞാൻ നിന്നതാന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനിപ്പോൾ ഷാമിയൊക്കെ അങ്ങോട്ട് പോയിട്ട് ഷാമിയക്കടെ പണി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ ഷാമിയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണി പാത്രമൊക്കെ എടുത്തപ്പോൾ എന്തോ ഒരു എത്ര കാലമായി, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വട്ടം ബിരിയാണി ഉണ്ടാക്കുന്ന ആളാണ്. ഷാമിയക്കടെ കൂന്തൽ റോസ്റ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബിരിയാണി 6 മാസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിൽ ഉമ്മയാണ് ഉണ്ടാക്കുക, നാട്ടിൽ ഷൊർണൂരായാലും ബിരിയാണി കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കുക. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷാമിയക്കട് പറയുന്നത് കുറേ ആയിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് ഒരു എക്കാസൊക്കെ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ്. ഷാമിയക്കട് ഈ മുൻകൂർ ജാമ്യമൊന്നും എടുക്കണ്ട പറഞ്ഞു. മറ്റേത് ആഴ്ചയിൽ 2 വട്ടം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കൈവഴക്കം അറിയാമല്ലോ, കുറേ ആയിട്ട് ടച്ച് വിട്ടുകൊണ്ടേ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് സീസൺ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ള ഇതിലുണ്ടാക്കാനും നിന്ന് എന്തൊക്കെ ആവുമെന്നുള്ള ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. Chicken fry. Chicken is ready for the biryani, guys. Then ചോറ് is ready. അസ്സലാമലൈക്കും. അയ്യപ്പ എന്ത് ചെയ്യണേ? എനിമൽസ് ആയിട്ട് കളിക്കല്ലേ? മമ്മ എന്ത് ചെയ്യണേ? ചിക്കനാ? എന്ത് ചിക്കൻ? ബിരിയാണി ചിക്കനാ? അയ്യപ്പന് ഇഷ്ട ബിരിയാണി ഇല്ലേ? ഇല്ലേ? അപ്പൊ ടാറ്റ ഗായ്സ് പറഞ്ഞേ. പിന്നെ കാണാ. പപ്പ എന്ത് ചെയ്ത് പറഞ്ഞേ? എങ്ങണ്ട്? ഉറങ്ങാൻ പോയി. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെക്കൂട്ടെ. കാരണം നമുക്ക് പിന്നീട് എടുക്കുകയും ചെയ്യാം. കാരണം ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി വെച്ച് ചൂടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ നമ്മൾ അന്ന് ഉണ്ടാക്കിയതിനായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് എന്നും ഷാമിയൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിൽ നന്നായാലും ഇല്ലെങ്കിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഷാമിയൊക്കെ ഫ്രണ്ട്സിനായാലും വിളിക്കും. കാരണം അവർക്കൊക്കെ ബിരിയാണി റയറായിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്നല്ലാണ്ട് അവർ റൂമിലൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഷാമിയൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും ജിത്തു എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് നന്നായി കുറച്ച് കൂടുതലായിട്ട് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദമ്മിടുമ്പോൾ എപ്പോഴും ഇതുപോലെ നടുവിൽ മസാല ഫുള്ളായിട്ട് ഇട്ടിട്ട്
അടിയിൽ മേലെ ചോറായിട്ടിടുക, അല്ലാണ്ട് 2-3 ലെയറായിട്ട് ഇടാൾ ഉണ്ടാവാറില്ല. പിന്നെ അതുപോലെ തന്നെ ഷാമിയക്കയുടെ കൂന്തൽ റോസ്റ്റൊക്കെ സെറ്റാക്കിയിട്ട് ഷാമിയക്ക ഓഫാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് കേട്ടോ ഒന്ന് കുറച്ച് നേരം ഉറങ്ങട്ടേ പറഞ്ഞിട്ട് പോയേക്കണം. കാരണം കളി കഴിഞ്ഞ് വന്ന് ഇന്നലെ കളിക്കാൻ പോകുന്ന ദിവസം നേരത്തെ എണിക്കുവേ. ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിരുന്നു. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ചൂടായിട്ട് നമുക്ക് അധികം നേരം പുറത്ത് വെക്കാൻ പറ്റില്ല, രാത്രിക്കൊക്കെ. പക്ഷേ ഷാമിയക്ക ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളാൻ പറയായിരുന്നു സെറ്റായി കഴിഞ്ഞാൽ. ഉപ്പ് ഇതൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ആയിരുന്നിട്ട് ഇനി കുറുകി സെറ്റായി രാത്രി സെറ്റാവും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ബിരിയാണി ദമ്മിടുന്ന ഗ്യാപ്പിൽ ഞാൻ ഐബൂന് ഫുഡൊക്കെ കൊടുത്ത് അവനെ ഉറക്കിയിട്ടാ. ഷാമിയൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കാനുള്ളത് വീഡിയോ എടുത്തില്ല കേട്ടോ. എല്ലാം നമുക്ക് ചില സമയത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി ഈ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഷാമിയക്കനെ വിളിക്കണം. ഷാമിയൊക്കെ ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ വേണം ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ചില ദിവസം ഷാമിയൊക്കെ അവനും കൂടി ഒരുമിച്ച് ഉറങ്ങാം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഷാമിയൊക്കെ കളിക്കാൻ പോയതുകൊണ്ട് പിന്നെ രാവിലെ നേരത്തെ എണിച്ചില്ല. ഷാമിയൊക്കെ ഉറങ്ങി എണീറ്റിട്ട് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ പോയി കിടന്നു തുടങ്ങി. പിന്നെ ജിത്തുവിനെ വിളിച്ചിരുന്നു, ഷാമിയൊക്കെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവന് ഉച്ചയ്ക്ക് വരും. ഷാമിയൊക്കെ അതിനായിട്ട് മുമ്പ് ഉറങ്ങി എണിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണിത്, കുക്കിങ് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രം കഴുകൽ. ഞാൻ വിചാരിക്കും എന്തിനോ ഇത്ര. പക്ഷെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും കുറേ പാത്രങ്ങൾ വലിച്ചിടേണ്ടി വരൂലേ. ഷാമിയൊക്കെ എന്തിനാ ഇത്രയധികം പാത്രങ്ങൾ എടുക്കണേ കുറച്ച്. പക്ഷേ എങ്ങനെ പോലും ബിരിയാണി ആകുമ്പോൾ നമുക്ക് പാത്രങ്ങൾ എങ്ങനെയും തരില്ല. ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കുറേ പാത്രങ്ങൾ കാണാം. അപ്പം ജിത്തുവിന് എന്തോ ഉച്ചക്ക് ഇതായിട്ട് അവൻ വന്നിവിടെ കൊട്ടി നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ അവൻ വന്ന് പറഞ്ഞ് രാത്രി കഴിക്കാൻ പറഞ്ഞിട്ട് ഉണ്ടായില്ല കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് എണീറ്റ് ഞങ്ങൾ കഴിക്കാമായിരുന്നു. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ആകെ ഒരു പ്രശ്നം, കുറച്ച് പുളിയുടെ കുറവായിരുന്നു. തക്കാളി കുറച്ച് മാറ്റി വെച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടാൽ മതി. എനിക്ക് ബിരിയാണിയിൽ ആ ഒരു പുളി ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കുറവ് പോലുണ്ട്. ബാക്കിയൊക്കെ ഉപ്പും കാര്യങ്ങളും അരിയുടെ വേവൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം എന്നാൽ എന്തെങ്കിലും മൂവിയോ എന്തെങ്കിലും വെക്കാമെന്നൊക്കെ പ്ലാനിലിങ്ങനെ നോക്കിക്കൊണ്ട്. ഐബ് ഉറങ്ങല്ലേ, ഐബ് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും മൂവിയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ടൈം ഉണ്ടാവാറില്ല. കാരണം പൊതുവേ ഉച്ചയ്ക്ക് ഐബും ഷാമിയും കൂടെ ഒരുമിച്ച് ഉറങ്ങണം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മൂവി കാണാനുള്ള ഒരുമിച്ച് കാണാൻ ടൈമൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പം ഞാനിതുപോലെ ഐബ് ഉറങ്ങിയ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മുട്ടായൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. മൂവി കാണാൻ വെച്ചു. മൂവിയൊക്കെ തപ്പി നോക്കിയിട്ട് ഒരു മൂവി അങ്ങനെ നല്ലതൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ബിഗ് ബോസ് കാണാൻ, ഞാൻ ഇവിടെ വന്ന ശേഷം ബിഗ് ബോസ് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെയാണ് ഞാൻ അടുപ്പിച്ച് ഫസ്റ്റ് 2 ദിവസത്തെ എപ്പിസോഡൊക്കെ കണ്ട് തീർത്ത് കിട്ടാം. കാരണം ഞാൻ ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കാണാനുള്ള നേരമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും ഷാമിയൊക്കെ കൂടി ഇന്നലത്തെ എപ്പിസോഡ് ഇരുന്നിട്ട് ഇന്ന് കാണാട്ടാ ഇരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് കാണാൻ ഇഷ്ടമുള്ള ഒരു പരിപാടിയായിട്ട് ബിഗ് ബോസ്. ഞാൻ സ്റ്റാർ സിംഗർ കാണുമ്പോൾ ഷാമിയൊക്കെ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതാകുമ്പോൾ നമ്മൾക്ക് രണ്ടാൾക്കും വാച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പരിപാടിയാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഇന്ന് കാണാൻ നല്ല രസമാണല്ലോ. അപ്പം അങ്ങനെ കുറച്ച് നേരം ഒരുമിച്ച് ഇന്ന് ബിഗ് ബോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ടൈം പോയിട്ടാ. പിന്നെ അങ്ങനെ ഈവനിങ് ടൈമൊക്കെ ആയിട്ടോ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോകണേ. പോണേ ഇങ്ങോട്ട് അല്ലല്ലേ പാർക്കിൽ വന്നില്ല. എങ്ങോട്ട് പോണേ? ജിജുവിൻ്റെ അടുത്തേക്കാ? ജിത്തുവിൻ്റെ അടുത്തേക്കാ? ജിത്തു രാത്രി ഇങ്ങോട്ട് വരും. ആ മെല്ലെ മെല്ലെ മെല്ലെ. അപ്പോൾ ഒരു 2-3 സാധനങ്ങൾ മേടിക്കാണ്ടിരുന്നിട്ട്. അപ്പോൾ ലുലുവിൻ്റെ മേലെ ലോട്ട് പറഞ്ഞിട്ടൊരു കട ഉണ്ട്. കുറച്ച് അഫോർഡബിൾ അങ്ങനെ കുറച്ച് റേറ്റിൻ്റെ കിട്ടുന്ന ഷോപ്പാട്ടോ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ ടിന്നുകൾ ഉണ്ടാവില്ലേ, നമ്മൾ നെയ്ച്ചോറരി ഇട്ടിട്ട് ടിന്ന്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ചിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തണക്കാണ്ട് ഇട്ടേക്കാൾ ടിന്ന് വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി ടിന്ന് നോക്കാൻ വേണ്ടി പോയതാട്ടാ. ഇനി നെയ്ച്ചോറരി ഇട്ട് വെച്ച് ടിന്ന് കാണുമല്ലോ, നല്ലൊരു ടിന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് തപ്പി. പക്ഷേ ഉള്ളി നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ കുറച്ച് വലിയ ടിന്ന് കാണാമല്ലോ. അപ്പം നമ്മൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ 2 ടിന്നാണ് ഞാൻ എടുത്തത്, നല്ല രസമല്ലേ കളറ്. അപ്പം അങ്ങനെ ആ ടിന്ന് 2 മാത്രം എടുത്തോളൂ കേട്ടോ, വേറെ നമുക്ക് അവിടെ ആവശ്യമില്ല. പിന്നെ അടിയിൽ ഉള്ളിൽ കുറച്ച് 2 അലർച്ചുള്ള സാധനങ്ങൾ മേടിക്കണം. അപ്പം നമ്മൾ അടിയിലേക്ക് അങ്ങനെ ബില്ലടിച്ച് പോയി. എങ്ങനെ 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 അപ്പോൾ അടിയിൽ അങ്ങനെ വന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം,
പിന്നെ ഉപ്പ് കഴിഞ്ഞാൽ അങ്ങനെ ചില സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു. ഇവിടെ വന്ന ശേഷം ചോക്ലേറ്റ് അങ്ങനെ മേടിക്കില്ല, ഇവനെ പേടിച്ചിട്ട് ഇവൻ ചോക്ലേറ്റ് തന്നെ ഉണ്ടാവും വിചാരിച്ചാൽ നമ്മൾ മേടിക്കില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം ഉറങ്ങിയിട്ട് തിന്നാന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ എടുത്തിട്ട് അതായിട്ട് ലോട്ട് നല്ലൊരു സ്റ്റോറായിട്ട് അത്യാവശ്യം അഫോർഡബിളായിട്ട് നമുക്ക് കിച്ചണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ നല്ല നല്ല ക്യൂട്ട് പാത്രങ്ങളൊക്കെ 2 റിയാലിനൊക്കെ കിട്ടും. അതൊന്നും നമ്മൾ മേടിക്കാൻ പോകും, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് നമ്മൾ വേഗം ഇറങ്ങി. കാരണം ഇപ്പോൾ ഓരോന്നിങ്ങനെ വലിച്ചിട്ട് അവനക്ക് ഇപ്പോൾ കൈ എത്തണോണ്ടേ വലിച്ചിട്ടിട്ട് അലമ്പാക്കിയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മളെ കൂന്തൽ റോസ്റ്റ് കുറച്ചെടുത്ത്, പിന്നെ ജിത്തു രാത്രി വന്നുകൊണ്ട് അവനക്ക് വേണ്ടി മാത്രം കുറച്ച് ബിരിയാണി എടുത്ത്. നമ്മൾ കൂന്തൽ റോസ്റ്റും ചപ്പാത്തിയും തിന്നാൻ വിചാരിച്ചാൽ നമ്മൾ ബിരിയാണി ഉച്ചയ്ക്ക് തിന്നല്ലേ. അപ്പം അങ്ങനെയൊക്കെ അത് മിക്സാക്കിയിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വരാൻ സാധിക്കാത്ത ജിത്തുവിന് രാത്രി വരാൻ പറ്റി. അപ്പോൾ അങ്ങനെയല്ല, കൂന്തൽ റോസ് നല്ല ടേസ്റ്റിന് കിട്ടുക. നല്ല നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ മീനിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ചപ്പാത്തി ഇപ്പം എന്താണോ പണ്ടത്തെ ഒരു സുഖമല്ല. പുറത്തുനിന്ന് ഒരു ചപ്പാത്തി ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കുക ചെയ്യണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഐബുവിന് ഫുഡൊക്കെ കൊടുത്ത് അവന് കുറച്ച് നേരം അവനെ ഇരുന്ന് കളിപ്പിക്കായിരുന്നിട്ടാ. കുറച്ച് നേരം അവനായിട്ടൊക്കെ ഇരുന്ന് കളിച്ച് ഞാൻ ഉറങ്ങാൻ കൊണ്ടുപോകണം. കുറച്ച് നേരം അനിമൽസൊക്കെ ആയിട്ട് മൂപ്പയാൾ കളിക്കേ, ബോൾ എവിടെ മറ്റേതെവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്. മൂപ്പയാൾക്ക് അനിമൽസ് അതുപോലെ ബോളുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പം എന്ത് കിട്ടിയാലും ഇതെന്ത് കളറാ അതെന്ത് കളറാ ഡൗട്ടൊക്കെ ചോദിക്കണ സമയമായി തുടങ്ങിയേക്കണല്ലോ. അപ്പം അങ്ങനെ നല്ല രസം ഓരോന്ന്. ശരിയായിട്ടില്ല, പപ്പാസ് പാൻറ് ശരിക്കിട്ട് കൊടുക്കേ. അന്ന ഞാന് ഇടിച്ച് കൊല്ലം കൂടാ. പപ്പക്കുട്ടനാണോ അപ്പക്കുട്ടനാണോ ഞാൻ പറ. പപ്പകുത്തി. ശരി, പപ്പകുത്തിയാണെങ്കിൽ പപ്പാക്ക് ഒരു ഉമ്മത്ത. കൊത്താൻ പോകും. പിന്നെ നൈറ്റ് ഡ്രസ്സ് മാറ്റുന്ന പരിപാടി ഷാമിയാക്കൊക്കെ ഉള്ള കേട്ടോ. നൈറ്റ് ഐബുവിൻ്റെ ഡ്രസ്സ് ചേഞ്ചൊക്കെ ഷാമിയാക്കൊക്കെ ഉള്ള പരിപാടിയാണ്. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഇനി പപ്പയും മോനും കൂടി കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കിടന്നാലും ഒരു അരമണിക്കൂർ കളിയൊക്കെ കഴിഞ്ഞിട്ടായിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഖത്തർ ലൈഫ് റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ കണ്ടിട്ട് ബൈ, സീ യു.